ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, സാധാരണ ഈസി ക്വസ്റ്റ്യൻസ് ആണ് അധികം ഇതിന് വരിക. ഞാൻ പിന്നെ എടുത്ത് വരുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറ്. ടൈം ഓഫ് സപ്ലൈ ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ആദ്യം MCQs ചെയ്യാം. ഓക്കെ, ഓക്കെ നോക്കടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മംഗലശ്ശേരി പ്രൈവറ്റ് ലിമിറ്റഡ് agreed to supply goods to Mundakkal Private Limited for rupees 1,50,000. Okay, supply goods on 23rd June. So agree ചെയ്ത ഡേറ്റ് 23rd June. നെക്സ്റ്റ് ഡേ ഇറ്റ് റിമൂവ് ദ ഗുഡ്സ്. ഓക്കെ, ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്താ പറയുന്നത്? നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം എന്ത് ചെയ്ത് ഗുഡ്സ് റിമൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഡേ ഇറ്റ് റിമൂവ് ദ ഗുഡ്സ് ഫ്രം ഇറ്റ്സ് ഫാക്ടറി ആൻഡ് ഇഷ്യൂഡ് ദ ഇൻവോയ്സ് ഓൺ 25th June. ഇപ്പോൾ 25th ജൂണിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് റിമൂവ് ചെയ്തത് 24th ഗുഡ്സ് റിമൂവ് ചെയ്ത ഡേറ്റ് പറയുന്നില്ല, പക്ഷേ 24th June ആണ് ഗുഡ്സ് റിമൂവ് ചെയ്തത്. ആൻഡ് ഇഷ്യൂഡ് ദ ഇൻവോയ്സ് ഓൺ 25th June. Payment of the goods is made by Mundakkal Private Limited on 15th July. Time of supply of goods ഏതാടാ? ഏതാ വരിക? ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് അല്ലേ? ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് അല്ലേ? അപ്പോൾ ഏതാ ആൻസർ? 24th June. ഓക്കെ, ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് 24th June എന്ന് എവിടെയും പറയുന്നില്ല. മനസ്സിലായോ? നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Miss Parvati is a classic singer. She wants to organize a classical singing function. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മേലത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മിസ് പാർവതി ഈസ് എ ക്ലാസിക്കൽ സിംഗർ. ഷീ വാണ്ട്സ് ടു ഓർഗനൈസ് എ ക്ലാസിക്കൽ സിംഗിങ് ഫംഗ്ഷൻ. സോ ഷീ ബുക്ക്ഡ് ആൻ ഓഡിറ്റോറിയം ഓൺ 10th August. ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ഓൺ 10th August. ഇവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത് വെദർ ഇറ്റ് സപ്ലൈ ഓഫ് സർവീസ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ്? അതാദ്യം പറ, അതാദ്യം കണ്ടെത്തണ്ടേ. സപ്ലൈ ഓഫ് സർവീസ് ആണോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ? ഈ മീൻസ് ഓഡിറ്റോറിയത്തിന്റെ കേസ് സപ്ലൈ ഓഫ് സർവീസ്. എത്ര എമൗണ്ടിനാ? ഫോർ എ ടോട്ടൽ എമൗണ്ട് ഓഫ് rupees 20,000. സോ ടോട്ടൽ എമൗണ്ട് 20,000 റുപ്പീസിനാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ എന്താ പറയാ ബുക്ക് ചെയ്തത്. 10th August ബുക്ക് ചെയ്തത്. ആൻഡ് പെയ്ഡ് 5,000. സോ ആ ഡേറ്റിൽ തന്നെ 5,000 പേ ചെയ്തു. ഓക്കെ, സോ ഓഡിറ്റോറിയം യൂസ് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്ത അന്ന് തന്നെ 5,000 പേ ചെയ്ത്. ദാറ്റ് മീൻസ് 5,000 അഡ്വാൻസ് അല്ലേ? ഓക്കെ ഫൈൻ, ആസ് ആൻ അഡ്വാൻസ് ഓൺ ദാറ്റ് ഡേ. The classical singing function was organized on 10th October. So provision of service നടക്കാൻ പോകുന്നതെന്ന് 10th October ആണ്. The auditorium owner issued invoice to Miss Parvati on 25th November. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതെന്നാ 25th November. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സർവീസിന്റെ കേസിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ആസ് പെർ സെക്ഷൻ 31? ഫസ്റ്റ് ചോദ്യം, എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ? നമ്മൾ നേരെ പഠിച്ചാടാ, പറയടാ. ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് സെക്ഷൻ 31 അനുസരിച്ച് എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? വിത്തിൻ 30 days ഫ്രം ദി പ്രൊവിഷൻ ഓഫ് സർവീസ്. അപ്പോൾ പ്രൊവിഷൻ ഓഫ് സർവീസ് എന്നാ അവിടെ 10th October. 10th October നിന്ന് വിത്തിൻ 30 days. വെദർ ഈ ഇത് നടന്നിട്ടുള്ളത് വിത്തിൻ 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ആക്ച്വലി ഇവിടെ? യെസ് ഓർ നോ? ഇയാൾ 10th October സർവീസ് നടത്തിയത്, 25th November ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. വെദർ ഇറ്റ് ഈസ് വിത്തിൻ 30 days? അല്ല, വിത്തിൻ 30 days അല്ല. വിത്തിൻ 30 days അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് എങ്ങനെ കണ്ടെത്തുക? ആദ്യം നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു, എന്ത് വിത്തിൻ 30 days ആണോ അല്ലേ എന്നുള്ളത്. വിത്തിൻ 30 days അല്ല. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എങ്ങനെയാണ് കണ്ടെത്തുക? ആ പറയൂ. ആ പേയ്മെന്റ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസ്. ഓക്കെ പേയ്മെന്റ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസ് ആസ് പെർ പ്രൊവിഷൻ ഓർ ഡേറ്റ് ഓഫ് വിച്ച് വെരീസ് ഏർലിയർ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആ സീക്വൻസിൽ പോകണം, എന്നാലേ ഇത്ര എഴുതാൻ പറ്റുള്ളൂ. മീൻസ് ഇങ്ങനത്തെ MCക്ക് ഒന്നും ഒരിക്കലും ചെറിയ MC കേസൊന്നും തരാൻ ചാൻസ് ഇല്ല. വി ആർ ഇൻ CMA ഇന്റർ, നോട്ട് ഇൻ ഫൗണ്ടേഷൻ. ഓക്കെ, സോ എങ്ങനെയായാലും ടഫാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ടഫാക്കാൻ പറ്റും. ഒരു 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 മയമില്ലാതെ ടഫാക്കാൻ പറ്റും, സത്യം പറയാം. MCK ഒക്കെ കട്ടൊക്കെ ഏതോ ഒരു തവണ FM ഏതായിരുന്നു, FM ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു തവണ എന്തൊക്കെയോ ക്വസ്റ്റ്യൻ, 16 ക്വസ്റ്റ്യൻ, ഒരു ഹാഫ് പേജ് ഒക്കെ MCQ ഇരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ടൈമൊക്കെ ചോദിച്ചിരുന്നു. ഒരു ഹാഫ് പേജ് MCQ. ആ MCQ ഇരുന്ന് വായിച്ചാൽ തന്നെ ഏകദേശം 1.5 മണിക്കൂർ പോയി. അങ്ങനത്തെ ഒരു ടൈപ്പിൽ ഒരു ടൈം വന്നിരുന്നു ഏതോ ഒരു തവണ. CMAയുടെ കേസാണ്, CMA ഇന്ററിന്റെ ക്വസ്റ്റ്യൻ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, മേ ബി അങ്ങനെ വരാം. സോ അതൊക്കെ ക്രാക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം, അതാ പറഞ്ഞത്. ദെൻ അപ്പം
ഓക്കെ 20,000 എന്ത് ചെയ്തു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു ആൻഡ് ബാലൻസ് പേയ്മെന്റ് 15,000 30th നവംബറിന് പേ ചെയ്തു. ഓക്കെ, ഇവിടെ ഏതാണ് ആൻസർ വരിക? ആൻസർ ഞാൻ മറച്ചു വെച്ച്. ഓക്കെ, ആൻസർ ഏതാ വരിക? ABCD. ഓക്കെ, ഇവിടെ ABCD പറഞ്ഞാൽ മതി. ABCDയിൽ ഏതാന്ന് പറഞ്ഞാൽ മതി. ABCD ഏതാ വരിക? ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ് 5,000 അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഡേറ്റ് 10th ഓഗസ്റ്റ്, ബാക്കി 15,000 പേ ചെയ്യുന്നത് 30th നവംബർ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 20,000 എന്നാണ് 25th നവംബറിന്, പ്രൊവിഷൻ ഓഫ് സർവീസ് എന്നാണ് 10th ഒക്ടോബറിന്. സോ ആക്ച്വലി ഇവിടെ എന്നാണ് ഇതിൻ്റെ. സോ ഡി എല്ലാവരും ആൻസർ ഡി ആ പറയുന്നത്. എനി അതർ ഓപ്ഷൻ? വേറെ ആരെങ്കിലും ചിന്തിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ബാക്കിയുള്ളവരും പറയടാ. ജസ്റ്റ് യു ക്യാൻ ആൻസർ ഇറ്റ് മാൻ. എന്താങ്കിലും ഇങ്ങനെ ജസ്റ്റ് ആൻസർ ചെയ്തൂടെ? ഓക്കെ, സോ ആരും റൈറ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ആൻസർ ഒക്കെ തെറ്റാ. സോ ഓപ്ഷൻ ഡി അല്ല. ഓപ്ഷൻ ഡി അല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതൊക്കെ ഓപ്ഷൻ? ഇപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ ഡി അല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ ആൻസർ? ഓക്കെ, ബി പറഞ്ഞ്, സി പറഞ്ഞ്, വേറെ ഏതെങ്കിലും? എന്താ പറയാത്തത്? ഓക്കെ, സി. ഓക്കെ, സി, ബി, സി. ഇപ്പം മെജോറിറ്റി ആൻസേഴ്സ് വരുന്നത് സി ആണ്. ഓക്കെ, കണ്ട ഈ ഉത്തരം തെറ്റിപ്പോണത് കണ്ട? നമ്മൾ മേലെ പ്രൊവിഷനൊക്കെ പഠിച്ച് ശരിയല്ലേ? പ്രൊവിഷനൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ നമ്മൾ. പക്ഷെ അൾട്ടിമേറ്റ്ലി ആൻസർ തെറ്റിയില്ലേ? കൺഫ്യൂഷൻ ആയില്ലേ? നമ്മൾ പ്രൊവിഷൻ മേലെ നല്ലോണം വായിച്ചു നോക്കി പഠിച്ചതാ. പക്ഷെ ഒരു കേസ് സ്റ്റഡി പോലത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ പറ്റിയില്ലേ? സോ വൈ ഇറ്റ് ഈസ്, എന്തുകൊണ്ട് അങ്ങനെ? ഇപ്പം നമ്മൾ പഠിച്ചിട്ടും എന്താ പറയുക, നമുക്ക് എന്താ കിട്ടാത്തത്? വൈ? റീസൺ എന്താ? വൈ എന്താ തെറ്റിപ്പോകുന്നത്? റീസൺ എന്താ? നമ്മൾ മേലൊക്കെ പഠിച്ച്, നിങ്ങൾ ഓൾറെഡി റിവിഷൻ ചെയ്താണ്, രണ്ടാമത്തെ റിവിഷൻ അപ്പോൾ ചെയ്യുന്നത്. സോ വീണ്ടും തെറ്റിപ്പോണ്. വൈ? പ്രാക്ടീസിൻ്റെ കുറവ്. ദാറ്റ് മീൻസ് MCQ ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് DT IDT പോലത്തെ സബ്ജക്റ്റിൽ MCQ പ്രാക്ടീസ് ചെയ്തിരിക്കണം. യു ടു പ്രാക്ടീസ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ പ്രൊവിഷൻ മാത്രം പഠിച്ചു വിട്ട് കാര്യമില്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ പല ആൾക്കാരും, ഞാൻ ഒരു കാര്യം കൂടി പറയാം, പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന വേറൊരു ബുദ്ധിമുട്ട്, നിങ്ങൾ IDTയിൽ എക്സംഷൻ പഠിച്ചിട്ടുണ്ടോ? എക്സംഷൻസ് എന്നുള്ള ചാപ്റ്റർ അതെങ്ങനെയുണ്ട് പഠിക്കാൻ? വെദർ ഇറ്റ് ഈസ് ഈസി, വാട്ട് ഓഫ് ഓർ ആവറേജ്? എക്സംഷൻ അത് പല ആൾക്കാരും എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സംഷൻ്റെ കേസ്. വെദർ എക്സംഷൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? എക്സംഷൻസ് എന്നുള്ള വലിയ ചാപ്റ്റർ അത് പഠിക്കാൻ ഈസി ആണോ, ടഫ് ആണോ, ആവറേജ് ആണോ? ആവറേജ്. ഓക്കെ, ആവറേജ്. നിങ്ങൾ അങ്ങനെ അത്രയും പ്രൊവിഷൻസ് എങ്ങനെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക? അത്രയും എക്സംഷൻസ് നിങ്ങൾ എങ്ങനെ ഓർമ്മയിൽ വെക്കുക? ഹൗ നിങ്ങൾ എങ്ങനെ റീകോൾ ചെയ്യുക, അങ്ങനെ റിമെമ്പർ ചെയ്യുക അത്രയും എക്സംഷൻസിൻ്റെ പ്രൊവിഷൻസ്? ഓക്കെ, സോ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് അറിയോ? എടാ എക്സംഷൻസ് ഇങ്ങനെ ഇങ്ങനെ കുറേ തവണ എക്സംഷൻസ് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, ആകെ മടുത്തു പോകും. സോ ഡു സം ക്വസ്റ്റ്യൻസ്. ഡെയിലി 5 ക്വസ്റ്റ്യൻസ് വെച്ച് എക്സംഷൻ ചെയ്യുക. സോ അൾട്ടിമേറ്റ്ലി 10 days ആകുമ്പോഴത്തേക്കും 50 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തു പോയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഇനി മുതലെങ്കിലും ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ ആകെ 10 മിനിറ്റ് 15 മിനിറ്റ് മതി. ആ 10 ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് എക്സംഷൻ എന്ന് കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ. മീൻസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ? സോ അതുകൊണ്ട് മനസ്സിലാവും എക്സംഷൻ ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. കാരണം എല്ലാ പോർഷൻസും ചോദിക്കാറില്ല എക്സംഷൻ. ചില ഏരിയാസ് ഉണ്ട് അവിടെ നിന്നാണ് കൂടുതൽ എക്സംഷൻ ക്വസ്റ്റ്യൻ വരാറ്. മനസ്സിലായ? സോ അത് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഈസി. ദാറ്റ് മീൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ പ്രൊവിഷൻ പഠിച്ചു പോകും. അങ്ങനെയാണ് എഡിറ്റിൻ്റെ ഗുണം ഏറ്റവും അതാണ്. വെറുതെ പ്രൊവിഷൻ പഠിക്കുന്നതിനേക്കാളും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ DT അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊവിഷനും പഠിക്കും. MCQ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ രീതിയിൽ പഠിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, എക്സംഷൻ പഠിക്കാൻ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, എക്സംഷൻ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെ ക്രാക്ക് ചെയ്യുക? ഡു ക്വസ്റ്റ്യൻസ് ഡെയിലി വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. അടുപ്പിച്ചിരുന്ന എക്സംഷൻ മാത്രം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ടു മച്ച് ബോറിംഗ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ആൾക്കാർ തെറ്റിച്ച്. ആൻസർ ഈസ് സി. കറക്റ്റ് ആൻസർ സി ആണ്. എങ്ങനെയാണ് സി ആയത് ആൻസർ? ഇവിടെ 2 കേസ് ഉണ്ട്. ഒന്ന്, ഇയാൾ 2 പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. 2 കേസ് വരുന്നുണ്ട്. ഒന്ന് ഇവിടെ അഡ്വാൻസ് റിസീവ് ചെയ്യുന്നുണ്ട് 5,000. ആ 5,000 അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ടൈം ഓഫ് സപ്ലൈ വരും. ശരിയല്ലേ? സർവീസിന്റെ കേസിൽ എപ്പോഴാണോ ഇൻവോയ്സ്, ദാറ്റ് മീൻസ് പേയ്മെന്റ് കിട്ടുന്നത്, അപ്പോൾ തന്നെ എന്ത് ചെയ്യും? അഡ്വാൻസിന്റെ കേസിൽ GST ടാക്സബിൾ ആണ്. ദാറ്റ് മീൻസ് അപ്പോൾ ഇവിടെ എന്ത് വരും? 10th ഓഗസ്റ്റിന് തന്നെ 5,000 എന്ത് ചെയ്യും? ടാക്സ് വരും. ശരിയല്ലേ? ആൻഡ് ബാക്കി 15,000 എപ്പോഴാണ് വരിക? അത് പിന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ച് നോക്കുക. ഇവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന എപ്പോഴാണ്? 25th നവംബറിനാണ്. സോ ആഫ്റ്റർ 30 days കഴിഞ്ഞിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് നോക്കേണ്ട ഏതാ? പ്രൊവിഷൻ ഓഫ് സർവീസ് ഓർ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് എർലിയർ. ഇവിടെ പ്രൊവിഷൻ ഓഫ് സർവീസ് എന്നാ 10th ഒക്ടോബർ, റിസീറ്റ് ഓഫ് പേയ്മെന്റ് എന്നാ 30th നവംബർ. ഏതാണ് എർലിയർ? 10th ഒക്ടോബർ. സോ ബാക്കി 15,000 എന്നാ വരിക? 10th ഒക്ടോബർ. സോ ആൻസർ വിൽ ബി സി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യങ്ങൾ ചെയ്തിട്ടില്ല. ഗുഡ്സിന് അഡ്വാൻസ് അപ്ലിക്കബിൾ അല്ല. അഡ്വാൻസിന്റെ കേസിൽ നമ്മൾ ആ ഡേറ്റ് എടുക്കൂല, കൺസിഡർ ചെയ്യൂല.
സർവീസിൻ്റെ കേസിൽ മാത്രം എടുക്കുക. വെദർ കംഫർട്ടബിൾ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 ഓക്കെ ആണോ? ഇതേപോലെ MCQ ചോദിക്കുക എക്സാമിന്. ദിസ് ഇൻ എക്സാം ക്വസ്റ്റ്യൻ, ഇതൊരു എക്സാം ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പറഞ്ഞൊന്നുമില്ല. നമ്മളെല്ലാ സാഹചര്യവും മറികടക്കണ്ടേ. വി ആർ CMA സ്റ്റുഡൻസ്, വി ആർ അൾട്ടിമേറ്റ്ലി CMA. അല്ല, ഇത് ഓക്കെ ആണോ അല്ലേ? അറിയാടാ, ഓക്കെ ആണോ അല്ലേ ക്വസ്റ്റ്യൻ? ഒരുപാടൊക്കെ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് മൈൻഡിൽ വെക്കുക. ക്വസ്റ്റ്യൻ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിൽ തെറ്റിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, തെറ്റിച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ഓക്കെ, പക്ഷേ അൾട്ടിമേറ്റ്ലി ആരും ആൻസർ കറക്റ്റ് ഉത്തരം ആരും പറഞ്ഞില്ല, അതാണ് വിഷമമായത്. ആരും ഒരാൾ പോലും ഉത്തരം പറഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ടൈം ഓഫ് സപ്ലൈ വേർ സർവീസസ് ആർ റിസീവ്ഡ് ഫ്രം ആൻ അസോസിയേറ്റഡ് എന്റർപ്രൈസ്? നമ്മൾ മേലെ പഠിച്ചിരുന്ന അസോസിയേറ്റഡ് എന്റർപ്രൈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ് ഓഫ് എൻട്രി ഓഫ് സർവീസ് ഇൻ ദ ബുക്സ് ഓഫ് റെസിപ്പിയന്റ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഏർലിയർ ഓഫ് A or B. സിമ്പിൾ ക്വസ്റ്റ്യൻ, മേലെ നമ്മൾ അതേപോലെ പഠിച്ചത്. അടുത്തത്, മിസ്റ്റർ മൂസ എൻഡേഴ്സ് ടു കോൺട്രാക്ട് ദ ക്ലയന്റ് ഫോർ സപ്ലൈ ഓഫ് സർട്ടൻ സർവീസസ് ഓൺ 18/12/2022. ഓക്കെ, ഇതെന്താണ് ആദ്യം നോക്കേണ്ടത്? ഗുഡ്സ് ആണോ സർവീസ് ആണോ നോക്കുക. ഇറ്റ് ഈസ് എ സപ്ലൈ ഓഫ് സർട്ടൻ സർവീസസ്. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് 18/12/2022. GST is payable on such services under forward charge. ഇപ്പോൾ സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഫോർവേഡ് ചാർജ് ആണ്. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ചാർജിന് വേറെ കാര്യം നോക്കണമെന്ന് ആവശ്യമില്ല. സർവീസസ് ആർ സപ്ലൈഡ് ഓൺ 25/12/2022. സോ സർവീസ് സപ്ലൈ ചെയ്ത് തന്ന, ദാറ്റ് മീൻസ് പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന 25th December ആൻഡ് ഇൻവോയ്സ്ഡ് ഓൺ 5th January. വെദർ ഇറ്റ് ഈസ് വിത്തിൻ 30 days ഓർ നോട്ട്. 30 days ആണോ അല്ലേ? ദാറ്റ് മീൻസ് ആസ് പെർ സെക്ഷൻ 31 ആണോ അല്ലേ? യെസ് ആണ്. സോ നമ്മൾ ഏത് പ്രൊവിഷനാണ് വരിക? അപ്പം മീൻസ് അപ്പോൾ ഏതാ കൺസിഡർ ചെയ്യേണ്ടത്? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ date of payment, whichever is earlier. Okay, the client makes the payment by the check for the services on 29/12. So 29/12 client makes the payment check. Okay, and such a payment is credited to the bank on account on 6th January. അപ്പം ഇവിടെ വീണ്ടും കോംപ്ലിക്കേഷൻ ആട്ടാ. ചെക്ക് കിട്ടിയത് ദാറ്റ് മീൻസ് 29/12. പക്ഷേ പേയ്മെന്റ് ക്രെഡിറ്റ് ആയത് 6th January. ഓക്കെ, ഇനി പേയ്മെന്റ് റെക്കോർഡ്. ഈ ചെക്ക് കിട്ടിയ ഡേറ്റ് നമുക്ക് റെലവെന്റ് ആണോ? 29/12 അല്ല. ഓക്കെ, ഫൈൻ, ഗുഡ്. ദ പേയ്മെന്റ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് എന്ന 30/12. പേയ്മെന്റ് റെക്കോർഡ് ചെയ്ത എന്ന 30/12. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡേറ്റ് എന്ന ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന 5th January 2023. അടുത്ത ഡേറ്റ് എന്ന ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്. ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആക്ച്വലി ഇവിടെ എപ്പോഴാണ് ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്? 6th 1 ക്രെഡിറ്റ് ആയത്. പക്ഷേ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത്? പേയ്മെന്റ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓർ ആക്ച്വലി ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഇവിടെ വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാ? 30/12. സോ ടൈം ഓഫ് സപ്ലൈ വിൽ ബി, ഇല്ല ഇവിടെ 2 ഡേറ്റ് ഉണ്ടല്ലോ. The payment recorded in the okay, fine. ഒരു മിനിറ്റ്. There is another complication. Okay, the payment recorded in the books of the account of the client is 30/12. And Mr. Musa, that means നമ്മളെ പാർട്ടി, നമ്മുടെ സപ്ലയർ. ഓക്കെ, മിസ്റ്റർ മൂസ എന്നാണ് 7th 1 ആണ്. സോ ഇവിടെ ഏതാ ഡേറ്റ് വരിക എന്ന ചോദ്യം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫുൾ ഓഫ് കോംപ്ലിക്കേഷൻ ആണ്, കുറേ ഡേറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, നോക്കണം, ഒന്നുകൂടി നോക്കാം കേട്ടോ. ഇവിടെ മൂസയാണ് സപ്ലൈ ചെയ്യുന്ന ആള്. ഓക്കെ, സപ്ലൈ ചെയ്യുന്ന ആള്. മൂസ എന്ത് ചെയ്ത് സപ്ലൈ ചെയ്യുന്നത് എന്നാ? ഫോർവേഡ് ചാർജിലാണ്. ഓക്കെ, ഫോർവേഡ് ചാർജിലാണ് സപ്ലൈ ചെയ്യുന്നത്. 25/12 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 5th January. സോ വിത്തിൻ 30 days തന്നെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഗുഡ്. ഓക്കെ, സോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഓർ അടുത്തത് നോക്കേണ്ടത് ഡേറ്റ് ഓഫ് ക്രെഡിറ്റഡ് ഇൻ ദി, ദാറ്റ് മീൻസ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. ഡേറ്റ് ഓഫ് എന്താ പറയുക, റിസീപ്റ്റ് എന്ന് പറയാം. ഡേറ്റ് ഓഫ് റിസീപ്റ്റ് നമ്മൾ എങ്ങനെ എടുക്കുക? ഡേറ്റ് ഓഫ് ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്കോ അല്ലെങ്കിൽ പേയ്മെന്റ് റെക്കോർഡഡ് ഇൻ ദി ബുക്സോ, വിച്ച് എവർ ഈസ് ഏർലിയർ എടുക്കുക. ഇവിടെ ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്ക് എന്ന 6th ആണ്. ഓക്കെ, ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്ക് എന്ന 6th ആണ്. പേയ്മെന്റ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് എന്ന ബുക്സിൽ എന്നാ റെക്കോർഡ് ചെയ്ത്? ഏതാ എടുക്കണ്ടേ? ബുക്സിൽ റെക്കോർഡ് ചെയ്ത് ക്ലയന്റിന്റെ ആണോ മിസ്റ്റർ മൂസന്റെ ആണോ? മൂസന്റെ, ദാറ്റ് മീൻസ് റിസീപ്പന്റ്. ഓക്കെ, റെക്കോർഡ് ചെയ്ത് 7th. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് എന്നാ 6th ആണോ 7th ആണോ? 7th. ഓക്കെ, 7th 6th അല്ലേ? വിച്ച് എവർ ഈസ് ഏർലിയർ. 6th റിസീവ് ചെയ്തത്, പൈസ റിസീവ് ചെയ്തത്. 7th റെക്കോർഡ് ചെയ്തത്. സോ 6th ആണ് എന്ത്? റിസീറ്റ് ഓഫ് പേയ്മെന്റ്. ഇപ്പൊ 2 ഡേറ്റ് ആയി. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് 5th, ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് 6th. ഇതിൽ ഏതാണ് ഏർലിയർ? 5th. സോ ആൻസർ വിൽ ബി 5th.
ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂടാ, പല ഡേറ്റ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഇറ്റ്സ് ദാറ്റ് ഫൈൻ. ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻ്റെ നിലവാരം എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞേ. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം എങ്ങനെയുണ്ട്? ഹൗ യു ഫീൽ, ഹൗ യു റേറ്റ് ദി ക്വസ്റ്റ്യൻസ്? നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? നൈസ്, ഹൈ ലെവൽ. ഓക്കെ ഫൈൻ. 10/10. ഓ ഫൈൻ. ഓക്കെ. ട്രിക്കി, കൺഫ്യൂസ്. ഓക്കെ, അത് കൺഫ്യൂസ് ചെയ്യണം, ട്രിക്കി ആവണം. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊവിഷൻ നന്നായിട്ട് പഠിക്കുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ പഠിക്കില്ല. ഓക്കെ, ഇപ്പൊ ഒന്നും കൂടി ലെവലായില്ല നിങ്ങൾ ടൈം ഓഫ് സപ്ലൈയിൽ. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കണ്ടേ, എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ പണിയെടുത്തതിനുള്ള ബെനിഫിറ്റ് ഉണ്ടോന്ന് ചോദിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു, ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ട്രിക്കി ക്വസ്റ്റ്യൻ ഉണ്ടോ? അടുത്തത്. ഓക്കെ, മിസ്റ്റർ സ്റ്റീഫൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ സ്റ്റീഫൻ entered into a contract with Mr. C and agreed to make the payment by 30th September. ഓക്കെ, ഇഫ് ദ പേയ്മെന്റ് ഇസ് നോട്ട് മെയ്ഡ് ഇൻ ടൈം. ഇതിന്റെ ഉത്തരങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഉത്തരങ്ങൾ പറയണം. ഇതിന്റെ ഉത്തരം പറയുന്ന ആൾക്ക് ഞാൻ സമ്മതിച്ചു അയാളെ ഞാൻ എങ്ങനെ ഇപ്പം അയാളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, അയാളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഇതിൽ ഉത്തരം പറയുന്ന ആൾക്ക്. ഓക്കെ, ഞാൻ ചോക്ലേറ്റ് തന്നെന്ന് വിചാരിച്ചോ, ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഞാൻ ചോക്ലേറ്റ് തന്നിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് തന്നെന്ന് വിചാരിച്ചോട്ടെ, അതിന്റെ ആൻസർ പറയുന്ന ആൾക്ക്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മിസ്റ്റർ സ്റ്റീഫൻ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് ആൻഡ് എഗ്രീഡ് ടു മേക്ക് ദി പേയ്മെന്റ് ബൈ 30th September. 30th September പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞു. ആ കോൺട്രാക്ടിന്റെ സംതിങ് ഗുഡ്സോ സർവീസ് എന്തോ ആണ്. ഇഫ് ദ പേയ്മെന്റ് ഇസ് നോട്ട് മെയ്ഡ് ഇൻ ടൈം, ദെൻ ഹി ഷാൽ പേ ലേറ്റ് ഫീ 100 per day. 100 per day വെച്ച് ലേറ്റ് ഫീ പേ ചെയ്യണം. നോ പേയ്മെന്റ് ഓഫ് ലേറ്റ് ഫീ ഹാസ് ബീൻ മെയ്ഡ് സോ ഫാർ. ഇതുവരെ പേയ്മെന്റ് ഓഫ് ലേറ്റ് ഫീ ഒന്നും നടന്നിട്ടില്ല. വാട്ട് ഷാൽ ബി ദി ടൈം ഓഫ് സപ്ലൈ ഇൻ റെസ്പെക്ട് ഓഫ് ദി ലേറ്റ് ഫീസ് ഡ്യൂ ഓൺ മിസ്റ്റർ എ? ആൻസർ മീ. ആൻസർ പറയാം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സിയാ 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 അതെ, ഓക്കെ. പ്രൊവിഷൻ മനസ്സിലായി. മീൻസ് ആൻസർ എന്താ? സിയാ സിയാ ഓക്കെ, ഡി. ഡി. ഓക്കെ, ഒരാളെങ്കിലും ഡി പറഞ്ഞല്ലോ. ഡി ഡി ഓക്കെ, ഡി 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 ഓക്കെ. അപ്പൊ സി പറഞ്ഞവര് ഡി പറയുന്ന എന്താ? സി പറഞ്ഞിട്ട് ഇപ്പൊ ഡി പറയുന്നു എന്താ? എ. ഓ, വെറൈറ്റി. എ. എ. ഓക്കെ. ബി. ഓക്കെ, എയും ബിയും. ഓക്കെ, സി. ഓക്കെ. ഓ, ലേറ്റ് പേയ്മെന്റ് ചെയ്യുന്ന ഡേ ആണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ദാറ്റ്സ് ദി പ്രൊവിഷൻ. പക്ഷെ ആൻസർ എന്താ അവിടെ വരിക? നമ്മൾ നേരെ ആൻസർ അധികവും ഡയറക്റ്റ് എവിടെ പോകും? ഡിക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആൻസർ ഡി അല്ല, ആൻസർ സി ആണ്. സോ സി പറഞ്ഞ എല്ലാവർക്കും എൻ്റെ ക്ലാപ്സ് ആൻഡ് ഞാൻ സ്വീറ്റ് തന്നതെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടില്ല? നോ പേയ്മെന്റ് ഓഫ് ലേറ്റ് ഫീ. ഇതുവരെ പേയ്മെന്റ് ഓഫ് ലേറ്റ് ഫീ ഒന്നും നടത്തിയിട്ടില്ല. അപ്പം എപ്പോഴാണോ പേയ്മെന്റ് ഓഫ് ലേറ്റ് ഫീ നടത്തുന്നത്, എപ്പോഴല്ലേ ടൈം ഓഫ് സപ്ലൈ വരിക? അപ്പോൾ നൺ ഓഫ് ദി എബോവ് അല്ല വരിക. അവിടെ സ്പെസിഫിക്കലി ഒരു ഓപ്ഷൻ ഉണ്ട്, ടൈം ഓഫ് സപ്ലൈ ഹാസ് നോട്ട് അറൈസൺ. ഇതുവരെ ടൈം ഓഫ് സപ്ലൈ ഒന്നും നടന്നിട്ടില്ല. അതാണ് ഉത്തരം വരിക. ഈസ് ദാറ്റ് ക്ലിയർ? ക്വസ്റ്റ്യൻ സൂപ്പർ അല്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ അല്ലടാ? ഓക്കെ, അപ്പം ഉത്തരം പറഞ്ഞവർക്കൊക്കെ അടിപൊളി. ഞാൻ ഉത്തരം പറയുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നിങ്ങളെല്ലാവരും ഉത്തരം പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസ്ലർ സലൂൺ. ഓസ്ലർ. ഓക്കെ, സലൂൺ ലിമിറ്റഡ് പ്രൊവൈഡ്സ് വൗച്ചേഴ്സ് വർത്ത് 1000. ഓക്കെ, ഒരു 1000 വൗച്ചർ കൊടുത്ത് ആൻഡ് വാലിഡ് ഫോർ എ പീരിയഡ് ഓഫ് 6 months ടു ദി കസ്റ്റമേഴ്സ് ഹു അവൈൽഡ് സർവീസസ് എക്സീഡിംഗ് ₹10,000 ഇൻ എനി മന്ത്. ഒരു 1000 വൗച്ചർ കൊടുക്കുമ്പോൾ ഒരു 10,000 അബൗണ്ട് ഒരു സർവീസ് എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 month വാലിഡിറ്റി ഉള്ള ഒരു 1000 ഒരു വൗച്ചർ കൊടുക്കും. കസ്റ്റമേഴ്സ് ക്യാൻ റിഡീം സച്ച് വൗച്ചേഴ്സ് ഫോർ ഹെയർ സ്റ്റൈലിംഗ് സർവീസസ് ടേക്കൺ ഫ്രം ദി ഓസ്ലർ സലൂൺ ലിമിറ്റഡ് മിസ്റ്റർ. ഓക്കെ, അവൈൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. റിഡീം ചെയ്യാൻ പറ്റും. ആൻഡ് നോക്കണേ, എങ്ങനെ റിഡീം ചെയ്യാൻ പറ്റുന്നത്? ഫോർ ഹെയർ സ്റ്റൈലിംഗ് സർവീസസ്. ദാറ്റ് മീൻസ് ഹെയർ സ്റ്റൈലിംഗ് സർവീസസിന് വേണ്ടിയിട്ട് അത് റിഡീം ചെയ്യാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് ഐഡന്റിഫയബിൾ ഓർ നോട്ട്. ഐഡന്റിഫയബിൾ ആണോ അല്ലേ? യെസ് ഓർ നോ? വെദർ ഇറ്റ് ഈസ് ആ വൗച്ചർ നമ്മൾ ആദ്യം വൗച്ചറിന്റെ കേസാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് എന്താ? ഐഡന്റിഫയബിൾ ആണോ അല്ലേ? വെദർ ഇറ്റ് ഈസ് ഐഡന്റിഫയബിൾ, ഇറ്റ് ഈസ് ഐഡന്റിഫയബിൾ. കാരണം എന്താ? അവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഹെയർ സ്റ്റൈലിംഗ് സർവീസിന് മാത്രമേ റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. മിസ്റ്റർ കൃഷ്ണദാസ്. ഓക്കെ, മിസ്റ്റർ കൃഷ്ണദാസ് അവൈൽഡ് സർവീസസ് വർത്ത് 12,000. ആ 12,000 ഒരു സർവീസ് അവൈൽ ചെയ്ത് ഓൺ 3rd June ഫ്രം ദി സലൂൺ ആൻഡ് ഈസ് ഇഷ്യൂഡ് എ വൗച്ചർ ഓഫ് ₹1,000 ഓൺ 5th June. 3rd June അയാൾ എന്ത് ചെയ്ത് 12,000 ഒരു വൗച്ചർ ഇഷ്യൂ എടുത്ത് അതിൻ്റെ വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നാ? 5th June. ഹി റിഡീംസ് ദ വൗച്ചർ ഓൺ 4th September. വൗച്ചർ റിഡീം ചെയ്ത എന്നാ? September 4th. ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചർ ഇഷ്യൂഡ് ടു മിസ്റ്റർ കൃഷ്ണദാസ് ഈസ് ഏതാടാ? ഇഷ്യൂ ഡേറ്റ്. ഇഷ്യൂ ഡേറ്റ് എന്നാ? 5th June. ഓക്കെ, സോ ഈ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഓസ്ലറും കൃഷ്ണദാസും ഏത് സിനിമയിലാണ്?
ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, സിനിമ ഒന്നും കാണാറില്ലല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. നിങ്ങൾ എബ്രഹാം അസ്ലർ എന്നുള്ള സിനിമ കേട്ടിട്ടില്ല? അതിലൊരു ക്യാരക്ടറിന്റെ പേര് അസ്ലർ എന്നല്ലേ? അതിൽ വേറൊരു ക്യാരക്ടർ ഉണ്ട്, കൃഷ്ണദാസ്. ഓക്കെ. ജയറാം ഒസ്ലർ. കൃഷ്ണദാസ് ആരാണെന്നാല്? കൃഷ്ണദാസ് എന്നുള്ള ക്യാരക്ടർ ആരാന്നാല്? ആഹാ, ഒസ്ലർ ജയറാമാണ്. ഓക്കെ, കൃഷ്ണദാസ് എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായില്ല, അതിൽ ആരാ അഭിനയിച്ചതെന്ന് അറിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഓ യെസ്, ഗോപിക. യെസ്, കറക്റ്റ്, സൈജു കുറുപ്പ്. പെർഫെക്റ്റ്. ഇയാളും എന്നെ പോലെ ഒരു സിനിമ ആസ്വാദകയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അല്ല, സിനിമ ഭയങ്കര രസമല്ലേ? സിനിമ ക്യാൻ ഇൻഫ്ലുവൻസ്. സിനിമ ഭയങ്കര റിലാക്സേഷൻ അല്ലേ? ഓക്കെ, ആൻസർ കിട്ടിയപ്പോൾ ഇത്ര ഹാപ്പി ഉണ്ടായിരുന്നില്ല. കറക്റ്റ്. ഓക്കെ. യാ, ഓക്കെ ഫൈൻ, വിട്, സാരമില്ല. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. വി ഹാവ് 7 ക്വസ്റ്റ്യൻസ്, 7 വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്, ആൻഡ് 7 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഹൗ യു ഫീൽ MCQs? MCQ ചെയ്തപ്പോൾ എന്ത് ഫീൽ ചെയ്ത്? അവൻ ഇമോജിയോ അല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് പറയുമോ? പെട്ടെന്ന് ഞാൻ ക്ലോസ് ചെയ്യാം. 7 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഹാഫ് ആൻ അവർ. നൈസ്. ഓക്കെ, ഓക്കെ ഫൈൻ. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1. തിങ്കിങ് ലെവൽ ഗോട്ട് ഇംപ്രൂവ്. യെസ്, ആ ലെവൽ ഇമ്പ്രൂവ് ചെയ്യണം, നല്ല കാര്യമുള്ളൂ. ഓക്കെ, നമ്മൾ പ്രൊവിഷൻ മാത്രം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സൈമോൾ സപ്ലൈ എളുപ്പമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുറേ ഡേറ്റ് ഒക്കെ വന്ന് മിക്സ് ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1. മിസ് XYZ ആൻഡ് കോ, എ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്സ്. ഓക്കെ, ഞാൻ കോസ്റ്റ് അക്കൗണ്ടന്റും കൂടി ഇട്ടിട്ടുണ്ട്, കാരണം അധിക ക്വസ്റ്റ്യനും ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമേ കാരണം ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ അവഗണിക്കുന്നില്ല കോസ്റ്റ് അക്കൗണ്ടൻറ്റ്സ്. ഇഷ്യൂഡ് ഇൻവോയ്സ് ഫോർ സർവീസസ് റെൻഡേർഡ് ടു മിസ്റ്റർ എ ഓൺ 7th September. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 7th September. ഇതിന് ഉത്തരങ്ങൾ പറയണേ. ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ ഇൻ ദി ഫോളോയിങ് കേസസ്. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതിന് തന്നെ തന്നിട്ടുണ്ട്, 7th September. ഓക്കെ, ഇനി ഓരോ കേസ്, ഓരോ ഇൻഡിപെൻഡൻറ്റ് കേസിൽ അതിൻ്റെ എന്താ പറയുക, ടൈം ഓഫ് സപ്ലൈ കാണാനാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് പറയുന്നത്, ദ പ്രൊവിഷൻ ഓഫ് സർവീസ് വാസ് കംപ്ലീറ്റഡ് ഓൺ 1st August ആൻഡ് പേയ്മെൻറ്റ് വാസ് റിസീവ്ഡ് ഓൺ 28th September. ഞാൻ പറയൂല, നിങ്ങൾ പറയാം, ആലോചിച്ച് പറയാം, പെട്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പം തെറ്റിയാതിരുത്താലോ. പറയണം. August 1. വൈ August 1? August 1 റീസൺ എന്താ? റീസൺ കൂടി പെട്ടെന്നൊന്ന് പറഞ്ഞാൽ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് പ്രൊവിഷൻ ഓഫ് സർവീസിന്ന് 30 days അല്ല, ശരിയല്ലേ? 30 days അല്ല, അപ്പം എക്സീഡ് 30 days. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊവിഷൻ ഓഫ് സർവീസ് ഓർ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതിൽ ഏർലിയർ ഏതാ? 1st August. പെർഫെക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ദ പ്രൊവിഷൻ ഓഫ് സർവീസ് വാസ് കംപ്ലീറ്റഡ് ഓൺ 14th August. പ്രൊവിഷൻ ഓഫ് സർവീസ് കംപ്ലീറ്റ് ചെയ്തത് 14th August. ആൻഡ് പേയ്മെന്റ് വാസ് റിസീവ്ഡ് ഓൺ 28th September. 14th August സർവീസ് കംപ്ലീറ്റ് ചെയ്ത് പേയ്മെന്റ് റിസീവ് ചെയ്ത് 28th September. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 7th September. ആദ്യം സർവീസിന്റെ കേസിൽ നോക്കേണ്ട എന്താ? സെക്ഷൻ 31 അനുസരിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അല്ലേ? ഇവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ വിത്തിൻ 30 days? പ്രൊവിഷൻ ഓഫ് സർവീസ് കഴിഞ്ഞ് വിത്തിൻ 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റ വരെ? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. സോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന September 7. സോ ദാറ്റ് വിൽ ബി ആൻസർ. ഇത് ഇങ്ങനെ എഴുതിയാൽ പോരാ, ആൻസർ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. അടുത്തത്, മിസ്റ്റർ എ പെയ്ഡ് പേയ്മെന്റ് ഓൺ 3rd August. പേയ്മെന്റ് പെയ്ഡ് ചെയ്തത് 3rd August. പ്രൊവിഷൻ ഓഫ് സർവീസ് വാസ് റിമൈനിങ് ടു ബി കംപ്ലീറ്റഡ്. സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പേയ്മെന്റ് 3rd August ചെയ്ത് September 7 എന്ത് ചെയ്ത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഏതാണ് ഡേറ്റ് വരെ ടൈം ഓഫ് സപ്ലൈ? ദാറ്റ് മീൻസ് അഡ്വാൻസ് 3rd August കൊടുത്തു. സർവീസ് ആയിട്ടില്ല, സർവീസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഏതാണ്? പെട്ടെന്ന് വിട്ടു. പെട്ടെന്ന് കിട്ടും. പേയ്മെന്റ് 3rd August. പ്രൊവിഷൻ ഓഫ് സർവീസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 7th. August 3rd. ഇൻവോയ്സ് അഡ്വാൻസ് കിട്ടിയ ദിവസമാണ് August 3rd. ഓക്കെ, മിസ്റ്റർ എ മെയ്ഡ് പേയ്മെന്റ് ഓൺ 15th September. ഹൗവർ ദ പ്രൊവിഷൻ ഓഫ് സർവീസ് വാസ് റിമൈനിങ് ടു ബി കംപ്ലീറ്റഡ്. 15th September പേയ്മെന്റ് ചെയ്തത്, പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 7th September. പ്രൊവിഷൻ ഓഫ് സർവീസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഏതാ വരിക?
7th September or 15th September ഏതാ വരിക? 7th ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. ദാറ്റ്സ് ഓൾ. 15th അല്ല, 7th. ഓക്കെ. ആൻസർ ഡീറ്റെയിൽ ആയിട്ട് എഴുതണേ. ഇതാണ്ട് അവിടെ എഴുതിയ പോലെ ഡീറ്റെയിൽ ആയിട്ട് സബ്സെക്ഷനും കൊടുത്താൽ നല്ലത്. സബ്സെക്ഷൻ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. ആൻഡ് നോട്ടൊക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ആദ്യം പ്രൊവിഷൻ ഇവിടെ എങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രൊവിഷൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ പ്രൊവിഷൻ, എന്നിട്ട് ഇൻഡിവിജ്വലി ഓരോ ആൻസർ ചെയ്ത് കണ്ട 1 2 3 4 ഇൻഡിവിജ്വലി ഓരോ ആൻസർ എഴുതി. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഗ്യാസ് ഈസ് സപ്ലൈഡ് ബൈ എ പൈപ്പ് ലൈൻ ടു ദി റെസിപ്പിയന്റ്. ഇത് ഏത് നേച്ചർ ഓഫ് സപ്ലൈ ആടാ? ഗ്യാസ് ഈസ് സപ്ലൈഡ് ബൈ എ പൈപ്പ് ലൈൻ ടു ദി റെസിപ്പിയന്റ്. എന്തോ ഒരു സാധനമാണ്, ഒരു സംഭവം ഓഫ് സപ്ലൈ ആണ്. എന്ത് സപ്ലൈ? കണ്ടിന്യൂസ്. കറക്റ്റ്, ഗുഡ് ഫാത്തിമ, ഗുഡ്. ഗുഡ്സ് അല്ല ആകില്ല, നമ്മൾ ചോദിച്ചത് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. ഗുഡ്സോ സർവീസോ വിട്, കണ്ടിന്യൂസ് സപ്ലൈ ആണ്. അത് കണ്ടിന്യൂസ് സപ്ലൈ. ഓക്കെ, ഇലക്ട്രിസിറ്റി ഒക്കെ പോരെ. ഗ്യാസ് പൈപ്പ് ലൈൻ അവിടെ കണ്ടിന്യൂ ഇല്ലേ? നമ്മളെ കണ്ടിന്യൂസ് സപ്ലൈയുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ദ സപ്ലൈ ഈസ് ടു ബി മെയ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year. സപ്ലൈ ഈസ് ടു ബി മെയ്ഡ് ഫോർ എ 1 year പീരീഡ് ആണ്. സോ കണ്ടിന്യൂസ് സപ്ലൈ ആണ്. മന്ത്ലി പേയ്മെന്റ്സ് ആർ ടു ബി മെയ്ഡ് ബൈ ദ റെസിപ്പിയന്റ് ആസ് പെർ ദി കോൺട്രാക്ട്. ദ ഡീറ്റെയിൽസ് ഓഫ് ദി പേയ്മെന്റ് മെയ്ഡ് ആർ ജൂലൈ 5, ഓഗസ്റ്റ് 5, സെപ്റ്റംബർ 5. പേയ്മെന്റ് ഓഫ് 2 lakh മെയ്ഡ് ഇൻ ഈച്ച് മന്ത്. എല്ലാ മാസം 2 ലക്ഷം വെച്ചിട്ട് ജൂലൈ 5, ഓഗസ്റ്റ് 5, സെപ്റ്റംബർ 5 വെച്ചിട്ട് അങ്ങനെ. ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ. സിമ്പിൾ അല്ലേ? ടൈം ഓഫ് സപ്ലൈ എന്നാ വരിക? ഈ പേയ്മെന്റ് കിട്ടുന്ന അതേ ഡേറ്റ് തന്നെയാണ് എന്ത് വരിക? ടൈം ഓഫ് സപ്ലൈ വരിക. ദാറ്റ്സ് ഓൾ, ഇത്രേ ഉള്ളൂ. സോ ആസ് പെർ ദി നോട്ടിഫിക്കേഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ഓഫ് നോട്ട് ഓഫ് ദ എക്സ്പ്ലനേഷൻ ആണ്. ഇത്രയും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. കണ്ടിന്യൂസ് സപ്ലൈ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇത്രയും ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ആ ഡേറ്റ് തന്നെയാണ്. എന്നാണോ പേയ്മെന്റ് കിട്ടുന്നത് ആ ഡേറ്റ് ആണ് എന്ത് ചെയ്യുക? ഒന്ന് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടുന്ന ഡേറ്റ്. ഇവിടെ പേയ്മെന്റ് കിട്ടുന്ന ഡേറ്റ് ആണ്. സോ എന്ത് ചെയ്യുക? അതാണ്. ദാറ്റ്സ് ഓൾ. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഇട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. മിസ്റ്റർ എ രജിസ്റ്റേർഡ് പേഴ്സൺ റിസീവ്ഡ് ഗുഡ്സ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മിസ്റ്റർ എ ശ്രദ്ധിക്കണം. മിസ്റ്റർ എ രജിസ്റ്റേർഡ് പേഴ്സൺ റിസീവ്ഡ് ഗുഡ്സ് BD ലീവ്സ് ഫ്രം മിസ്റ്റർ ബി, an unregistered dealer, and the liability to pay GST is on Mr. A. ഇത് ഏത് നേച്ചർ ഓഫ് സർവീസ് ആണ്? ഏത് നേച്ചർ ഓഫ് എന്താ പറയുക? ഏത് ചാർജാണ്? ഫോർവേഡ് ചാർജ് ആണോ റിവേഴ്സ് ചാർജ് ആണോ? ഇപ്പോൾ പറഞ്ഞ സെന്റൻസ് ഉദ്ദേശിക്കുന്നത് ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ? RCM ആണ് അല്ലേ? ഇവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന BD ലീവ്സ് ആണ് റിസീവ് ചെയ്യുന്നത്. ആരുടെ അടുത്ത് നിന്ന്? മിസ്റ്റർ ബിന്റെ കയ്യിൽ നിന്ന്. ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ ആണ് മിസ്റ്റർ ബി. ആൻഡ് ലയബിലിറ്റി ടു പേ GST ആരതാണ്? മിസ്റ്റർ എ ആണ്. ദാറ്റ് മീൻസ് റെസിപ്പിയന്റിനാണ്. സോ ദാറ്റ് ഈസ് റിവേഴ്സ് ചാർജ്. അത് ഡയറക്ട്ലി പറഞ്ഞിട്ടില്ല അവിടെ റിവേഴ്സ് ചാർജ് ആണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം അത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 അതാണ് നമ്മളെ റിവേഴ്സ് ചാർജിന്റെ പ്രൊവിഷൻ. ഓക്കെ, മിസ്റ്റർ ബി ഇഷ്യൂസസ് ഇൻവോയ്സ് ഓൺ 1st July. ദാറ്റ് മീൻസ് നമ്മളെ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 1st July ആണ്. ഇവിടെ ഗുഡ്സ് അല്ലടാ. ഗുഡ്സിന്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് വിത്തിൻ ഡാഷ്ഡ് ഡേ. എത്രാമത്തെ ഡേ ആണ്? നമ്മളെ ആ പ്രൊവിഷൻ നമ്മളെ ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തുമ്പോൾ ഒരു ഡേ നോക്കൂലേ? ഇൻവോയ്സ് എന്ന് 31st ഡേ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓരോ ഇൻഡിപെൻഡന്റ് കേസിൽ ആണ് ചോദിക്കുന്നത് കേട്ടാ. മിസ്റ്റർ എ റിസീവ്ഡ് ഗുഡ്സ് ഓൺ 15th July ആൻഡ് പേയ്മെന്റ് വിച്ച് ഈസ് നോട്ട് മെയ്ഡ് യെറ്റ്. ഗുഡ്സ് റിസീവ് ചെയ്തത് 15th July. ഓക്കെ, സോ 1st July 31st ഡേ ഏതാ വരിക? ഓഗസ്റ്റ് 1 അല്ലേ വരിക? അല്ലേ? 1st July കഴിഞ്ഞിട്ട് 31ാമത്തെ ദിവസം ഓഗസ്റ്റ് 1 അല്ലേ? ഓഗസ്റ്റ് 1 അല്ലേ വരിക? അല്ല, ഓഗസ്റ്റ് 1 അല്ലേ വരേണ്ടത്? യെസ്, ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1. ഓക്കെ, ദെൻ അവിടെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് സിറ്റുവേഷനിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ? മിസ്റ്റർ എ ഗുഡ്സ് റിസീവ് ചെയ്ത് ഓൺ 15th July, പേയ്മെന്റ് ഓഫ് വിച്ച് ഈസ് നോട്ട് യെറ്റ് മെയ്ഡ്. പേയ്മെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ടൈം ഓഫ് സപ്ലൈ കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെ ഡേറ്റാ നോക്കുക? പറയടാ. ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ് എന്നാ? 15th July. രണ്ടാമത്തെ ഡേറ്റ് ഏതാ? പേയ്മെന്റിന്റെ ഡേറ്റ് ഇവിടെ ഇല്ല. സോ അത് നില്ലാണ്. മൂന്നാമത്തെ ഡേറ്റ് ഏതാ? 31st ഡേ ഫ്രം ദി ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. 31st ഡേ എന്നാ? 1st August. അപ്പം ഇതിൽ ഏത് ഡേറ്റ് ആണ് ഏർലിയർ? 15th July ആണോ ഓഗസ്റ്റ് 1st ആണോ? 15th July. സോ ടൈം ഓഫ് സപ്ലൈ ഈസ് 15th July. ഇങ്ങനെ കണ്ടെത്തണം. നിങ്ങൾ എന്താ ആലോചിക്കാത്ത? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ എ റിസീവ്ഡ് ഗുഡ്സ് ഓൺ 3rd August. ഗുഡ്സ് റിസീവ് ചെയ്തത് 3rd August. പേയ്മെന്റ് മേ ചെയ്തത് 4th August. ശ്രദ്ധിക്കണേ, ഗുഡ്സ് റിസീവ്ഡ് 3rd August. പേയ്മെന്റ് മെയ്ഡ് 4th August. 31st ഡേ 1st August. ഏതാടാ വരിക ടൈം ഓഫ് സപ്ലൈ? 3rd August, 4th August, 1st August. ഏതാടാ വരിക? 1st August. ഓക്കെ, അടുത്ത കേസ്, മിസ്റ്റർ എ മെയ്ഡ് പേയ്മെന്റ് ഓൺ 8th July. അപ്പോൾ പേയ്മെന്റ് കൊടുത്തത് 8th July. റിസീവ്ഡ് ഗുഡ്സ് ഓൺ ദി സെയിം ഡേറ്റ്. സോ 8th July പേയ്മെന്റും കിട്ടി, ഗുഡ്സും റിസീവ് ചെയ്തു. ഓക്കെ, രണ്ട് ഡേറ്റ് ഒന്ന് തന്നെ.
ആൻഡ് 31st ഡേ ഏതാ? ഫസ്റ്റ് ഓഗസ്റ്റ്. ഏതാണ് ഡേറ്റ് വരിക? ടൈം ഓഫ് സപ്ലൈ 8th ജൂലൈ ആണ്, 1st ഓഗസ്റ്റ് ആണ്. 8th ജൂലൈ. ഓക്കെ. മിസ്റ്റർ എ റിസീവ്ഡ് ഗുഡ്സ് ഓൺ 10th ജൂലൈ. ഗുഡ്സ് റിസീവ് ചെയ്തത് 10th ജൂലൈ. മെയ്ഡ് പേയ്മെന്റ് ഫോർ ദ സെയിം ഓൺ 9th ജൂലൈ. പേയ്മെന്റ് മേ ചെയ്തത് 9th ജൂലൈ. സോ 9th ജൂലൈ, 10th ജൂലൈ, 1st ഓഗസ്റ്റ്. ഏതാണ് വരിക? 9th ജൂലൈ, 10th ജൂലൈ, 1st ഓഗസ്റ്റ്. 9th ജൂലൈ. ഇങ്ങനെ ആലോചിക്കണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഉത്തരം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് എല്ലാത്തിനും ഉത്തരം. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി ഉത്തരം. ഉണ്ടാവും എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Chiku Traders is a registered supplier of plastic goods. On 10th April 2020, Chiku Traders received an order from Neelu Traders for supply of consignment of plastic goods. Okay. Chiku Trader gets the consignment ready by 15th April. The invoice for the consignment was issued by the next day. Okay. എടാ ശ്രദ്ധിക്കടാ, കൺസൈൻമെന്റ് 15ാം തീയതി റെഡി ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ 16th ഏപ്രിലിൽ. നീലു ട്രേഡേഴ്സ് കളക്ട്സ് ദി കൺസൈൻമെന്റ് ഫ്രം ദി ഗോഡൌൺ ഓഫ് ചിക്കു ട്രേഡേഴ്സ് ഓൺ 25th ഏപ്രിൽ. ദാറ്റ് മീൻസ് റിമൂവൽ ഓഫ് ഗുഡ്സ് എന്ന 25th ഏപ്രിൽ. ആൻഡ് ഹാൻഡ് ഓവർ ദ ചെക്ക് ടുവേർഡ്സ് ദി പേയ്മെന്റ് ഓൺ ദി സെയിം ഡേ. ചെക്ക് സെയിം ഡേറ്റിന് കിട്ടി. ദ സെറ്റ് പേയ്മെന്റ് ഈസ് എൻറ്റർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി ചിക്കു ട്രേഡേഴ്സ് ഓൺ 26th ഏപ്രിൽ. ദാറ്റ് മീൻസ് പേയ്മെന്റ് എൻ്റർ ചെയ്തത് 26th ഏപ്രിലിൽ. ബാങ്കിൽ ക്രെഡിറ്റ് ആയത് 27th ഏപ്രിലിൽ. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇതിന്റെ ടൈം ഓഫ് സപ്ലൈയുടെ ഡേറ്റ് എന്ന് പറഞ്ഞേ നിങ്ങൾ പറയും, എന്നിട്ട് നമ്മൾ ആൻസർ ചെക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറയാം, പെട്ടെന്ന് പറയാം. കൺസൈൻമെന്റ് 15ാം തീയതി റെഡിയാണ്. 16ാം തീയതി എന്ത് ചെയ്ത്? കൺസൈൻമെന്റിന് ഇൻവോയ്സ് അടിച്ച് 25ാം തീയതി സാധനം കൊണ്ടുപോയി. ചെക്ക് 25ാം തീയതി കിട്ടി. പേയ്മെന്റ് എൻ്റർ ചെയ്തത് 26ാം തീയതി. പേയ്മെന്റ് കിട്ടിയത് 27ാം തീയതി. ഏതാണ് ഡേറ്റ് വരെ ടൈം ഓഫ് സപ്ലൈ? 16th. ഓക്കെ. സോ ഇവിടെ ഒരുപാട് ഡേറ്റുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആൻസർ 16th. കറക്റ്റ്. ഗുഡ്. എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും അടിപൊളിയാണ്. എല്ലാവർക്കും IDT അല്ലെങ്കിൽ വേണ്ട എല്ലാ സബ്ജക്റ്റിലും 60 above മാർക്ക്. ഓക്കെ, യെസ്, ഇവിടെ ആൻസർ പറയുന്നുണ്ട്. 16th ഏപ്രിലാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഡിസ്കസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 അവിടെ നിൽക്കട്ടെ. 5 നമുക്ക് ചെയ്യാം. ബിഫോർ 5 we can do question number 6. 5 ചെയ്യാട്ടോ. 5 is a little bit tricky സാധനമാണ്. ട്രിക്കി അല്ല, ചെറിയൊരു okay. An order is placed to T&Co Sholapur on 18th August 2021. PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യില്ല? യെസ്, ഷുവർ, ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് ഹൈലി കോൺഫിഡൻഷ്യൽ PDF ആണ്. ആൻഡ് എന്താ പറയാ, ഒന്നുമില്ല. An order is placed to T&Co Sholapur on 18th August 2021 for supply of fabrics to make garments. Company delivered the fabrics on 4th September 2021 and after the completion of the order issued the invoice on 5th September 2021. So 18th order ചെയ്ത് ഡെലിവർ ചെയ്തത് 4th September and invoice issue ചെയ്തത് 5th September and payment against the same was received on 30th September. So payment received on 30th September. Determine the time of supply. എന്താണ് ടൈം ഓഫ് സപ്ലൈ വരിക? 18th, 4th, 15th, 30th. 4th വരാനുള്ള റീസൺ കമ്പനി 15th ആണോ? Why 15th? 4th, it is supply of എന്താണിത്? ഗുഡ്സ് ആണ്. സോ റിമൂവൽ ഓഫ് ഗുഡ്സ് എന്ന 4th September. സോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ലാസ്റ്റ് ഡേറ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണോ അത്, ലാസ്റ്റ് ഡേറ്റ് എന്നാ 4th September. സോ അതാണ് time of supply. That's all. 4th September is the time of supply. And question number 7. Ms. Pranav Associates, a partnership firm, provided recovery agent. Mark this as important question. Very, very important question. Okay. Ms. Pranav Associates, a partnership firm, provided recovery agent service to Newton Creditors Limited. So supplier is recovery agent Pranav Associates. Recipient Newton Credits Limited, a non-banking financial company and a registered supplier. On 5th January. Okay, on 5th January invoice issue ചെയ്തത്. Yeah, correct. Okay. Invoice for the same was issued on 7th February and payment was made on 18th April by Newton Creditors.
ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ കമ്പനി വാസ് ഡെബിറ്റഡ് ഓൺ 20th April. ആരാണ് പേഴ്സൺ ലയബിൾ ടു പേ GST? ആരാണ് അവിടെ പേഴ്സൺ ലയബിൾ ടു പേ GST? പ്രണവ് അസോസിയേറ്റ്സ് ആണോ അതോ ന്യൂട്ടൺ ക്രെഡിറ്റേഴ്സ് ലിമിറ്റഡ് ആണോ? പ്രണവ് അസോസിയേറ്റ്സ്, ന്യൂട്ടൺ. വൈ ന്യൂട്ടൺ? ന്യൂട്ടൺ പറഞ്ഞവരോട് ചോദിക്കാണ് വൈ ന്യൂട്ടൺ? RCM ബേസിസ്. യെസ്, കറക്റ്റ്, RCM. സോ ഇവിടെ പ്രണവല്ല, RCM വരും. കാരണം അത് RCM പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂല. കാരണം RCMൽ പറയുന്നുണ്ട് ഒരു റിക്കവറി ഏജന്റ് NBFCക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ റിസീപ്പൻ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ RCM ഈസ് അപ്ലിക്കബിൾ. ഓക്കെ, സോ ഈ കേസിൽ RCM ആണ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. RCMൻ്റെ കേസിൽ സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഡേറ്റ് കണ്ടെത്തുക? ദാറ്റ് മീൻസ് ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടെത്തുക? അവിടെ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് ഇല്ല. രണ്ട് കാര്യം അവിടെ ഉള്ളൂ. എന്നെന്താ? പേയ്മെൻറ്റ് ഡേറ്റ്. ഓക്കെ, പേയ്മെൻറ്റ് ഡേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 61st ഡേ ഫ്രം ദി ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്നാ വരിക? അതാണ് അടുത്ത ചോദ്യം. ടൈം ഓഫ് സപ്ലൈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 15th ജാനുവരിയിലാണ്. ആൻഡ് അല്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 7th ഫെബ്രുവരിയിലാണ്. പേയ്മെൻറ്റ് കിട്ടിയത് 18th ഏപ്രിലാണ്. ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് 20th ആണ്. സോ വി ക്യാൻ ടേക്ക് 18th ഏപ്രിൽ പേയ്മെൻറ്റ് ഡേറ്റ്. 61st ഡേ ഫ്രം ദി 7th ഫെബ്രുവരി എത്ര വരിക? ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട് ബാക്കി? 7th ഫെബ്രുവരി കഴിഞ്ഞിട്ട് 21 ഡേ. ആൻഡ് മാർച്ചിൽ എത്ര ദിവസം ഉണ്ട്? ഈ 61st ഡേ കണ്ടെത്താന്നുള്ള പാട്. പറയടാ, കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 61st ഡേ 7th ഫെബ്രുവരിയിൽ നിന്ന് 61ാമത്തെ ദിവസം എത്ര? അതാണ് എത്രയും നോക്കണത്. എത്ര വരിക എന്ന് പറഞ്ഞേ. 61st ഡേ ഫ്രം ദി 7th ഫെബ്രുവരി. പറയൂ, പെട്ടെന്ന് പറയൂ. April 9th. ഓക്കെ, വേറെ ആർക്കെങ്കിലും വേറെ ആൻസർ? ഒരാൾ April 9 പറഞ്ഞ്. ഇതിലാണ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് 61st ഡേ കണക്കാക്കുമ്പോൾ. ഒബ്വിയസ്ലി വേറെ ഏതെങ്കിലും ഡേറ്റ് April 9th ആണോ എല്ലാവർക്കും കിട്ടുന്നത്? ആണോ? April 9th ആണോ? യെസ്, April 9th. യെസ്, April 9th. ഓക്കെ, സോ April 9th or April 9th or April 18, whichever is earlier. വേറെ ആൻസർ വരിക April 9th. ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നോക്കാം. April 9th എന്നല്ലേ? Whether it is April 9th is answer? April 9th. April 9th ആണ് ആൻസർ. ഓക്കെ, സോ April 9th will be the answer. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലടാ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കാരണം RCM കൂടി കയറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. RCM എന്ന് സ്പെസിഫിക്കലി അവിടെ പറയുന്നില്ല, നമ്മൾ കണ്ടെത്തണം RCM ആണ്. ദാറ്റ്സ് ദി കേസ്. ഓക്കെ, ദാറ്റ്സ് ദി കോംപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങൾ സപ്ലൈത്തെ ചെറിയൊരു കാര്യങ്ങൾ ഇവിടെ ഓർമ്മയിൽ വരണം, എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. എടാ, മിസ് KLM ലിമിറ്റഡ്, എ പബ്ലിഷിംഗ് ആൻഡ് പ്രിന്റിംഗ് ഹൗസ് രജിസ്റ്റേർഡ് ഇൻ മഹാരാഷ്ട്ര, ഈസ് എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് ബുക്സ്. അപ്പോൾ അവർ പ്രിന്റിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ബുക്സ്, ലെറ്റർ കാർഡ്, എൻവലപ്പ്, ഗൈഡ്, റെഫറൻസ് മെറ്റീരിയൽ. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി കമ്പനി. പ്രിന്റിംഗ് ഓഫ് ബുക്സും ഉണ്ട്, പ്രിന്റിംഗ് ഓഫ് എൻവലപ്സും ഉണ്ട്. എടാ, ഈ കേസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തത്? പ്രിന്റിംഗ് ഓഫ് ബുക്സും പ്രിന്റിംഗ് ഓഫ് എൻവലപ്സും എവിടെയാണ്? നമ്മൾ എവിടെയോ ഈ പ്രിന്റിങ്ങിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എവിടെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ഓർമ്മയുണ്ടാ? ഓർമ്മയില്ല? ഒന്ന് ഓർത്ത് നോക്കിക്കേ. സപ്ലൈയുടെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കോമ്പോസിറ്റ് സപ്ലൈൻ്റെ കേസിൽ. യെസ്, അഖില എന്താ മേപ്പോട്ട് നോക്കുന്ന? കോമ്പോസിറ്റ് സപ്ലൈ. യെസ്, കോമ്പോസിറ്റ് സപ്ലൈ ആണ് അഖില. ഓക്കെ, കോമ്പോസിറ്റ് സപ്ലൈൻ്റെ കേസിൽ. എടാ, എൻ്റെ ചോദ്യം, പ്രിന്റിംഗ് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ സാധനം കൊടുത്തിട്ട് അല്ല ബുക്സ് പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. വെദർ ഇറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ്? പ്രിന്റിംഗ് ഓഫ് ബുക്സ് സപ്ലൈ ഓഫ് സർവീസ് ആണോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ? പ്രിന്റിംഗ് ഓഫ് ബുക്സ്. ഈ കേസ് ഫസ്റ്റ് കേസ് സപ്ലൈ ഓഫ് സർവീസ് ആണോ ബുക്സ് ആണോ എന്നാണ് എൻ്റെ ചോദ്യം. സോറി, സപ്ലൈ ഓഫ് സർവീസ് ആണോ ഗുഡ്സ് ആണോ? സപ്ലൈ ഓഫ് ഗുഡ്സാ? ഇനിയും കൂടി സംശയമാക്കുമോ? ഗുഡ്സാ? പ്രിന്റിംഗ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്ത് അയാൾ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് തരുന്നു. പ്രിന്റിംഗ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്?
ഓക്കെ, ഗുഡ്സ് ആണോ സർവീസ് ആണോ? സർവീസ് അല്ലടാ. അപ്പൊ എൻവലപ്പോ? എൻവലപ്പ്, ലെറ്റർ കാർഡ് അങ്ങനത്തെ ഒക്കെ തരാണെങ്കിലോ സർവീസ് ആണോ ഗുഡ്സ് ആണോ? സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇത് കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ? ദാറ്റ് മീൻസ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു സപ്ലൈ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുമ്പ്? യെസ് ഓർ നോ? ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. കാരണം അത് പഠിച്ചില്ലെങ്കിൽ ഈ പ്രിന്റിങ്ങിന്റെ കേസ് പഠിച്ചിട്ടില്ല വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം സ്പെസിഫിക്കലി നമ്മൾ മനസ്സിലാക്കണം വെദർ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സർവീസ് ആണോ. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സിനും സർവീസിനും സെപ്പറേറ്റ് പ്രൊവിഷൻ അല്ലേ ടൈം ഓഫ് സപ്ലൈ. പക്ഷെ ഇവിടെ ചോദിക്കുന്ന അതൊന്നുമല്ല. ഇവിടെ ചോദിക്കുന്ന ടൈം ഓഫ് സപ്ലൈ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് പ്രിന്റിംഗ് ഓഫ് ബുക്ക് ദ കണ്ടന്റ് വാസ് സപ്ലൈഡ് ബൈ ദി ഓതർ. ഫോർ പ്രിന്റിംഗ് ഓഫ് എൻവലപ്പ് ദ ഡിസൈൻ ആൻഡ് ലോഗോ വാസ് സപ്ലൈഡ് ബൈ ദ ബയ്യർ. ദെൻ ദ ഡിറ്റർമൈൻ ദ ടൈം ഓഫ് സപ്ലൈ ഫോർ ദി പർപ്പസ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ്. സോ ഇത് ആ ഹിന്റ് തന്നിട്ടുള്ളത് എന്തിനാ? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് പല ഡേറ്റുകൾ തന്നിട്ടുണ്ട് ഇവിടെ. നോക്കിക്കേ, ഡേറ്റ് ഓഫ് എൻറ്ററിങ് ദ പ്രിന്റിംഗ് കോൺട്രാക്ട് എൻ്റർ ചെയ്ത്, അഡ്വാൻസ് റിസീവ് ചെയ്ത ഡേറ്റ്, കംപ്ലീഷൻ ഓഫ് പ്രിന്റിംഗ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ബുക്സ് ആൻഡ് ലെറ്റർ ഹെഡ്സ് ടു ദി ബയ്യർ, ദെൻ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ബാലൻസ് പേയ്മെന്റ്. പല പല ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇനി ഫസ്റ്റ് കേസ് ഇവിടെ ആദ്യം അതിൻ്റെ പ്രൊവിഷനാണ് പറയുന്നത്. കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രൊവിഷനാണ് പറയുന്നത്. ഓക്കെ, കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രൊവിഷനാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് പ്രിന്റഡ് എൻവലപ്സ് ബൈ ദി പ്രിന്റർ using its physical inputs including paper to print the design, logo, etc. supplied by the recipient of goods, predominant supply is supply of goods and supply of printing of the goods and ancillary to this principal supply of goods. Therefore such supply constitutes supply of goods. Printing of envelopes ഇല്ലേ മേലെ പറഞ്ഞ ഈ കേസ്, പ്രിന്റിംഗ് ഓഫ് എൻവലപ്സ്. ഈ പ്രിന്റിംഗ് ഓഫ് എൻവലപ്സ് എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ ആദ്യം അതാ എഴുതുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സ്. അത് മേലെ എഴുതിയിട്ടുള്ളത് ഇൻ കേസ് ഓഫ് പ്രിന്റിംഗ് ഓഫ് ബുക്സ് സപ്ലൈ ഓഫ് സർവീസ് ആണ് എന്ന് ആദ്യം എഴുതി കൊടുത്ത്. ഓക്കെ, ഇത് രണ്ടും എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടൂല, മാർക്ക് തരൂല. കാരണം നമ്മൾ ആദ്യം പ്രസ്താവിക്കണം വെദർ ഇറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സർവീസ് ആണോ. അതല്ലാത്ത പക്ഷെ നമുക്ക് മാർക്ക് തരൂല. കാരണം അത് കണ്ടെത്തിയാലേ ടൈം ഓഫ് സപ്ലൈ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എഴുതി എന്ത്? പ്രിന്റിംഗ് ഓഫ് ബുക്സ് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നും ദെൻ എൻവലപ്സിന്റെ കേസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്ന് ആദ്യം എഴുതി. ഇത് എവിടെ നിന്ന് എഴുതി കൊടുത്തേ? കോമ്പോസിറ്റ് സപ്ലൈയുടെ ഒരു സർക്കുലർ വന്നതായിരുന്നു, അതനുസരിച്ച് എഴുതിയ. സർക്കുലർ നമ്പർ ഒന്നും വേണമെന്നില്ല, അത് എഴുതണമെന്നില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ആസ് പെർ ദി സർക്കുലർ പ്രൊവൈഡഡ് അണ്ടർ ദി GST എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? സാധനം എഴുതുക. അത് നിങ്ങളെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ഇതേപോലെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നില്ല. സാധനം മനസ്സിലാവണം, സർക്കുലറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായ? ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഹൗ യു റേറ്റ് ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ എത്ര റേറ്റ് ചെയ്യുന്നത്? ഹൗ യു റേറ്റ് ദിസ് ക്വസ്റ്റ്യൻ? പറയടാ. 5 out of 5. ഓക്കെ, വേറെ ആർക്കൊന്നുമില്ല? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട്? എൻ്റെ മെയിൻ ലക്ഷ്യം ഈ റിവിഷൻ ചെയ്യുന്നതന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. ദാറ്റ്സ് ദി കേസ്. ഈ ക്വസ്റ്റ്യൻ പല ആൾക്കാരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യൂല. അപ്പം എക്സാമിന് പെട്ടെന്ന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പാനിക്കാവും. അപ്പം അത് പാനിക്കാവാതിരിക്കാൻ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു പോയാൽ പോരെ, പിന്നെ പാനിക്കാവില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ? 8 out of 10 എന്താടേ. ഓക്കെ, അപ്പം സപ്ലൈ ഓഫ് സർവീസ് ആണോ ഗുഡ്സ് ആണോ ആദ്യം കണ്ടെത്തി. എന്നിട്ട് പിന്നെ അതിൻ്റെ പ്രൊവിഷൻ താഴെ എഴുതി. അക്കോർഡിംഗ് ടു ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ബുക്സ് ആൻഡ് എൻവലപ്പിന് ഗവൺ ബൈ സെക്ഷൻ 12ഉം 13ഉം ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ഗവൺ ചെയ്യുന്ന സെക്ഷൻസ് എന്ന് പറഞ്ഞ്. കാരണം ബുക്സിൻ്റെ കേസിൽ 12ഉം എൻവലപ്സിൻ്റെ കേസിൽ 13ഉം. കാരണം ഒന്ന് ഗുഡ്സും സർവീസും അല്ല, മാറിപ്പോയാൽ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റീവ്ലി തെറ്റാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരിക. സപ്ലൈ ഓഫ് ബുക്സിൻ്റെ കേസിൽ സർവീസ് അല്ലേ, അപ്പം 13ഉം. സപ്ലൈ ഓഫ് എൻവലപ്സിൻ്റെ കേസിൽ ഗുഡ്സ് അല്ലേ, 12 വരിക. ഓക്കെ, മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മാറിപ്പോയത്. ഓക്കെ, അടുത്ത കേസ് ഇൻ ടൈംസ് ഓഫ് സെക്ഷൻ 12 സബ്സെക്ഷൻ 2. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ ചെയ്തു. ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ എഴുതണം. ദാറ്റ് മീൻസ് ഓരോ ഫ്ലോ പറഞ്ഞ് എഴുതണം. കാരണം ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഡയറക്റ്റ്ലി ടൈം ഓഫ് സപ്ലൈ കാണാനാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ ആദ്യം സപ്ലൈ ഓഫ് സർവീസ് എഴുതി, മറ്റേത് ഗുഡ്സ് ആണെന്ന് എഴുതി, എന്നിട്ട് താഴെ പ്രൊവിഷൻ ഏതാണ്? സെക്ഷൻ 12 സബ്സെക്ഷൻ 2 അനുസരിച്ച് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ദി ഈസ് ദി ഏർലിയർ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ലാസ്റ്റ് ഡേറ്റ് ഓൺ ഇൻവോയ്സ് ഇഷ്യൂ ടു ബി ഇഷ്യൂഡ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സോ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ലാസ്റ്റ് ഡേറ്റോ അതാണ് അതിൻ്റെ ഡേറ്റ്. അപ്പോൾ ആ പ്രൊവിഷൻ നമ്മളെ ടൈം ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻ എഴുതി കൊടുത്ത്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻ എഴുതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആൻസർ പറയുകയാണ്. ദാറ്റ് ഈസ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ദി ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഓർ ടു ബി ഇഷ്യൂഡ് ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 31. അപ്പോൾ ഇവിടെ ഏതാണ് ഡേറ്റ് വരിക? ദാറ്റ് മീൻസ് നമ്മളെ ഈ പറഞ്ഞ ഇതിൽ ഉത്തരം ഇവിടെ എഴുതിയിട്ടുള്ളത്, ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ.
Okay, as per section 31 subsection 1, invoice for supply of goods shall be issued before at the time of removal of goods. Same provision ആണ്. That means section 31 അനുസരിച്ച് ഗുഡ്സിന്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഗുഡ്സിന്റെ ഡേറ്റിലാണ്, അല്ലെങ്കിൽ ബിഫോർ ഓർ ആഫ്റ്റർ റിമൂവൽ ഓഫ് ഗുഡ്സ്, ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ട് ലാസ്റ്റ് ആൻസർ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ബൈ വിച്ച് ദ ഇൻവോയ്സ് ought to be issued is 7th April. 7th April എവിടുന്ന വന്നേ? ഈ എൻവലപ്പിന്റെ കേസിൽ, ഗുഡ്സിന്റെ കേസിൽ നോക്കി, ഗുഡ്സിന്റെ കേസിൽ ഓരോ ഡേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഡേറ്റ് ഓഫ് എൻറ്ററിംഗ് പ്രിന്റിംഗ് കോൺട്രാക്ട് വേണ്ട, അഡ്വാൻസിന്റെ ഡേറ്റ് വേണ്ട, ദെൻ കംപ്ലീഷൻ ഓഫ് പ്രിന്റിംഗ് പറഞ്ഞിട്ടുണ്ട്, അതും വേണ്ട. പ്രിന്റ് കംപ്ലീഷൻ ചെയ്ത് ഇൻവോയ്സ് ഡേറ്റ് 10th April. ഓക്കെ, എന്നാണ് ഡേറ്റ് ഓഫ് റിമൂവൽ? 7th April. നമുക്ക് ഇൻവോയ്സ് നമ്മളെ ഗുഡ്സിന്റെ കേസിൽ ഏത് ഡേറ്റ് നമുക്ക് വേണ്ടേ? ഏത് ഡേറ്റാ വേണ്ടേ? ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആണ് നമുക്ക് വേണ്ടത്, 7th April. സോ ദാറ്റ് ഷുഡ് ബി ദി ആൻസർ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 10th April പറ്റൂല, 7th April ആണ് ടൈം ഓഫ് സപ്ലൈ. മനസ്സിലായോ? അപ്പോൾ പറഞ്ഞേ, is that clear? Is that clear? Is that clear? Yes or no? അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യാം. ദിസ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതാണ് പറയുന്നത്. ക്ലിയർ ആണോ അല്ലേ? ക്ലിയർ ആണോ അല്ലേ? യെസ്, ഓക്കെ. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അടുത്തതിൽ പോട്ടെ. അടുത്ത കേസ് നോക്കി. അടുത്ത കേസിൽ നമ്മൾ നോക്കുന്നത് സർവീസിന്റെ കേസിലാണ്, സെക്ഷൻ 13 നോക്കുന്നത്. സർവീസിന്റെ കേസിൽ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്ത് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്ത് ആസ് പെർ സെക്ഷൻ 13 ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഏർലിയർ ഓഫ് ദി ഡേറ്റ്സ് അറൈവ്ഡ് ബൈ മെത്തേഡ്സ് എ ആൻഡ് ബി. അപ്പോൾ ഡേറ്റ് നമ്മൾ ഇവിടെ നോക്കണം, എന്ത് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് കറക്റ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. സെക്ഷൻ 31 അനുസരിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്. ഇൻവോയ്സ് കറക്റ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് അല്ലെങ്കിൽ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ നോക്കണം. അപ്പോൾ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ നോക്കണം വിത്തിൻ 30 days. ഇവിടെ എന്നാ കംപ്ലീഷൻ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് കംപ്ലീഷൻ ഓഫ് പ്രിന്റിംഗ് അവിടെ ഓക്കെ. റേറ്റ് ഓഫ് റിമൂവൽ എടുത്താൽ മതി, കംപ്ലീഷൻ അല്ല റിമൂവലാണ് വരിക. 13th. ഓക്കെ, റിമൂവൽ ആണോ കംപ്ലീഷൻ ആണോ വരിക? ഓക്കെ, 13th May. 13th May ഇൻവോയ്സ് കറക്റ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? 15th. കംപ്ലീഷൻ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെ സർവീസ് ബയ്യർക്ക് കൊടുക്കുന്നത് 13th May അല്ലേ? 13th May കറക്റ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? 15th May ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ വിത്തിൻ 30 days ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇൻവോയ്സ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ്, റിസീറ്റ് ഓഫ് പേയ്മെന്റ് എന്നാ 31st May ആണ്. സോ ഡേറ്റ് 15th May ആയിരിക്കും ആൻസർ. 15th May അല്ല. ഓക്കെ, സോ ദർ ഇസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. ഓക്കെ, ഇവിടെ എടുത്തിട്ടുള്ളത് നോക്കണം. ഇൻ ദി ഗിവൻ കേസ് ഇൻവോയ്സ് ഫോർ ദ സർവീസ് ഇസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ 30 days. ഇൻവോയ്സ് കറക്റ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ദ ടൈം ഓഫ് സപ്ലൈ ഫോർ ദി അഡ്വാൻസ് റിസീവ്ഡ് ഈസ് ദി ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്, ദാറ്റ് ഈസ് 20th March, being earlier than the date of provision of service. However, the time of supply for the balance payment is the date of provision of service, that is 10th April. 10th April കംപ്ലീഷൻ ആണ് ഡേറ്റ് എടുത്തിട്ടുള്ളത്, റിമൂവൽ ഡേറ്റ് അല്ല. ഓക്കെ, കാരണം എന്താ? സപ്ലൈ ഓഫ് സർവീസ് ആണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല. സോ കംപ്ലീറ്റ് ചെയ്തതോട് കൂടി എന്തായി? സർവീസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? സർവീസ് കംപ്ലീഷനാണ് നോക്കുന്നത്. ഓക്കെ, സോ 2 ഡേറ്റ് ഉണ്ട് അവിടെ, ശ്രദ്ധിക്കണേ. ഓക്കെ, ഐ ഓൾസോ ഗോട്ട് മിസ്റ്റേക്ക്. ഇവിടെ 2 ഡേറ്റിന്, ഒന്ന് അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ട് 20th March. സോ ആ അഡ്വാൻസ് റിസീവ് ചെയ്ത പോർഷന് 20th March ആണ് എന്ത്? ടൈം ഓഫ് സപ്ലൈ. ഇനി ബാക്കി പോർഷൻ റിസീവ് ചെയ്ത് പിന്നെ ഈ കാരണം റിസീവ് ചെയ്തിട്ടുണ്ടാവും, 31st May ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡേറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്താ നോക്കണ്ടേ? ഡേറ്റ് കറക്റ്റ്, ദാറ്റ് മീൻസ് ഇൻവോയ്സ് കറക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കണം. ഇൻവോയ്സ് കറക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല നോക്കുന്ന ഡേറ്റ് ഏതാ? പ്രൊവിഷൻ ഓഫ് സർവീസ് ചെയ്ത ഡേറ്റ് നിന്ന് 30 days കൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ നോക്കണം. എന്നാ കംപ്ലീറ്റ് ചെയ്തത്? 10th April. അവിടുന്ന് 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, ഇല്ലല്ലോ. 10th April 15th May ആണ് എന്ത് ചെയ്തത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് എന്ത്? ടൈം ഓഫ് സപ്ലൈ. ഇവിടെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ്, ദാറ്റ് മീൻസ് ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് എന്നാ 10th April. സോ ബാലൻസ് പേയ്മെന്റിന് 10th April. അപ്പോൾ 2 ഡേറ്റ് ഒന്നെന്താ? അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന 20th March ആൻഡ് ബാലൻസ് പേയ്മെന്റിന് 10th April ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഈസ് ദാറ്റ് ക്ലിയർ? അയ്യോ, ക്ലിയർ ആണോ അല്ലേ? ആൻഡ് സർവീസിന്റെ കേസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് ചെയ്യണ്ടേ സർവീസിന്റെ കേസ്? ക്ലിയർ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഞാൻ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം, ഒന്നും കൂടി ചെയ്ത് നോക്കാം. കാരണം മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവൻ ചെയ്താലും വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, സോ ഹൗ യു ഫീൽ നൗ? ടൈം ഓഫ് സപ്ലൈനെ കുറിച്ച് എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ? സോ ഹൗ യു ഫീൽ നൗ? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഹൗ യു ഫീൽ നൗ? ടൈം ഓഫ് സപ്ലൈനെ കുറിച്ച് എന്ത് തോന്നുന്നു? വെദർ ക്ലാസ് യൂസ്ഫുൾ ആയോ അല്ലേ? ആ വിഷയം, വെദർ ക്ലാസ്, ഹൗ ദി ക്ലാസ്.
യൂസ്ഫുൾ. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് ടൈം ഓഫ് സപ്ലൈ ഫുൾ കൺസെപ്റ്റ് ക്ലിയർ. ഓക്കെ താങ്ക് യു. നിങ്ങളുടെ റിവ്യൂ ഫീഡ്ബാക്സ് ഒക്കെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി ഒക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ നമുക്ക് ഇനി അടുത്ത റെക്കോർഡഡ് കിട്ടും. റെക്കോർഡഡ് ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. ഓക്കെ ആൻഡ് ഓക്കെ സോ നത്തിങ് മോർ. അപ്പോൾ വി ക്യാൻ സീ നെക്സ്റ്റ് നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ചെയ്യാം. അത് എന്നാന്ന് ഞാൻ ഡേറ്റ് പറയുന്നില്ല, ഡേറ്റ് ഉടനെ നമുക്ക് ചെയ്യാം, വാല്യൂ ഓഫ് സപ്ലൈ ചെയ്യാം. ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ബീയിങ്. ഓക്കെ കാണാം. താങ്ക് യു. ബൈ.